പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നല്ല സഖിയായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. എന്തു നല്ല സഖീശു, നമ്മൾ പാടാറില്ലേ, എന്തു നല്ല സഖിയാണ് യേശു കർത്താവെന്ന്. പ്രൈസ് ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ടുണ്ട്, ഈ ഭൂമിയിൽ ഫ്രണ്ടുണ്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ കൂട്ട് നല്ല ഫ്രണ്ടായ ഒരു ഫ്രണ്ടിനെ നമുക്ക് എങ്ങും ഈ ലോകത്തിൽ കിട്ടുവാൻ സാധിക്കത്തില്ല. വചനം പറയുന്നുണ്ട്, എ ഫ്രണ്ട് ലവ്സ് അറ്റ് ഓൾ ടൈംസ് ആൻഡ് എ ബ്രദർ ഈസ് ബോൺ ഫോർ അഡ്വേഴ്സിറ്റി. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിതനാണ്. നല്ല സമയത്തും ബാഡ് ടൈമിലും എല്ലാം സ്നേഹിതനാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴോ അവൻ സഹോദരനായി തീരുന്നു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് വി ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഇൻ ഗുഡ് ടൈംസ് വി ഹാവ് ഫ്രണ്ട്സ്, ഇൻ ബാഡ് ടൈംസ് വി ഹാവ് ഫ്രണ്ട്സ്. എന്നാൽ ഫ്രണ്ട് എന്ന് പറയുന്നത് ഗുഡ് ടൈമിലും ബാഡ് ടൈമിലും മാറി മാറി വരുന്ന ഒരാളല്ല. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നമ്മുടെ നല്ല സമയങ്ങളിൽ നമ്മോട് ചേർന്ന് അതെ നല്ലതാണ്, അവൾ നല്ലതാണ്, അവൾ ദൈവത്തെ അറിയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നല്ല സമയത്ത് നമ്മളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവരുടെ വിചാരം നമ്മളോട് കൂടെ നടക്കുമ്പോൾ അവർക്കും ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവർക്കും ഒരു സന്തോഷം ലഭിക്കും. അത് നല്ലതാണ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാൽ നമ്മുടെ ഒരു വിഷമഘട്ടം വരുമ്പോൾ അവർ മാറിപ്പോകും. അവർ ചോദിക്കും എന്തുകൊണ്ട്. പിന്നെ അത് ക്രിറ്റിസിസം ആകും, പിന്നെ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ മനുഷ്യരൊന്നും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരിക്കലും എപ്പോഴും നല്ല സമയമായിട്ട് വരത്തില്ല. വി ഹാവ് ഗുഡ് ടൈം ആൻഡ് ബാഡ് ടൈംസ്. അതിൽ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് നല്ലത്. എല്ലാം എന്നും നല്ലതായിട്ട് ആർക്കുമില്ല. നമ്മളൊരു രാജകൊട്ടാരത്തിൽ പോയാലോ, നമ്മൾ ഏറ്റവും ഉന്നത പദവിയിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയാലോ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഗുഡ് ടൈംസ് അല്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നല്ല പൊസിഷനായിരിക്കും, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഗുഡ് ആയിരിക്കും. പക്ഷേങ്കിൽ എത്രയോ വേദനകളോടുകൂടി ആയിരിക്കും അവർ നടക്കുന്നത്. അതുപോലെ അടുത്ത ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബാഡ് ടൈംസിൽ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ഓർക്കും നമുക്കെന്തോ ഒരു വിഷമം വരുമ്പോൾ അവരവരുടെ കൂടെ നിന്നു, നമ്മുടെ കൂടെ നിന്നു, നമ്മൾക്ക് സഹായം ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ പല രീതിയിൽ നമ്മോട് കൂടെ നിൽക്കും, നമ്മളെ വിട്ടുപോകാതെ. അപ്പോഴവർക്ക് ഭയങ്കര സ്നേഹം, ഇത്രയും വലിയൊരു സ്നേഹം നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മളെ ശുശ്രൂഷിക്കുന്നു, നമ്മളോട് സിമ്പതി കാണിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല കൂട്ടായിട്ടിരിക്കുന്ന കൂട്ടുകാരുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഗുഡ് ടൈംസിൽ കൂടെ നിൽക്കുന്നവർ, ഇവിടെ പറഞ്ഞത് ബാഡ് ടൈംസിൽ കൂടെ നിൽക്കുന്നവർ. ഇവർ രണ്ടും സ്നേഹിതരല്ല. ആക്ച്വലി സ്നേഹിതൻ എന്ന് പറയുമ്പോൾ ഗുഡ് ടൈംസിലും ബാഡ് ടൈംസിലും കൂടെ നിൽക്കണം. എ ഫ്രണ്ട് ലവ്സ് അറ്റ് ഓൾ ടൈംസ്. എ ഫ്രണ്ട്, what we are seeing in Jesus Christ, he stays with us at all times and he loves us at all times. അവിടെ മാറ്റമില്ല. നമ്മളുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നാലും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിനും മാറ്റമില്ല. അതാണ് സ്നേഹിതൻ. ബാഡ് ടൈംസ് വരുമ്പോൾ കൂടെ നിൽക്കുന്നവർ, ഒരു ഗുഡ് ടൈം വന്നാൽ അവർ മാറിപ്പോകും. നമുക്കൊരു പ്രോസ്പെറിറ്റി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊസിഷന്, എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ബാഡ് ടൈംസിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നവരെ പിന്നെ കാണത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരു നല്ലത് വന്നാൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും അവർക്കൊരു മടിയും ഒരു വിഷമവും ഒക്കെ ആകും. എന്തുകൊണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, യു ഡിസേൺ യുവർ ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് ഗുഡ് ഫ്രണ്ട്സ്. ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ നല്ലപോലെ അറിയുന്ന, നമ്മുടെ അവസ്ഥയ്ക്ക് നമ്മളെ ഏത് രീതിയിലും സ്വീകരിക്കുന്ന ഒരു ഫ്രണ്ടായിരിക്കണം. ഹല്ലേലൂയ. അല്ലാത്തവരെ ഒന്നും നമുക്ക് ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡിസേൺമെൻറ്റ് വളരെ ആവശ്യമാണ്. നല്ല സമയത്ത് കൂടെ നിൽക്കട്ടെ, പക്ഷേ നമ്മൾ അവരെ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് അവരുടെ ആപ്പിലായി പോകരുത്. ബാഡ് ടൈമിൽ കൂടെ നിൽക്കുമ്പോൾ അവരും നല്ലതാണ്, നമ്മളുടെ ആവശ്യത്തിൽ അവരെ നല്ലതാണ്. എന്നാൽ അവരെയും കൂടെ നിന്നിട്ട് അവരിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാതെ നമ്മുടെ ഏറ്റവും നല്ല സഖിയായ യേശു കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കണം നമ്മുടെ ട്രസ്റ്റ്.
ഗുഡ് ടൈമിൽ നിൽക്കുന്നവരെ ബാഡ് ടൈമിൽ കാണത്തില്ല, ബാഡ് ടൈമിൽ നിൽക്കുന്നവരെ ഗുഡ് ടൈമിൽ കാണത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ നല്ല സ്നേഹിതൻ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളുടെ അവസ്ഥ അനുസരിച്ച് മാറിപ്പോകാത്ത ആ സ്നേഹിതൻ്റെ കൂടെ നാം എപ്പോഴും ആയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് യൂത്തിനോട് പറയാനുള്ളത്, ബാഡ് കമ്പനി റെയിൻസ് ഗുഡ് മൊറാൽസ്. നമ്മളുടെ നല്ല മോറൽസ്, നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമാധാനം കെടുത്തിക്കളയും ബാഡ് കമ്പനിയോട് കൂടി പോയാൽ. ഫസ്റ്റ് കൊരിന്ത്യൻസ് 15:33 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കർത്താവിനെ പറയാനാണെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഗോസ്പൽ, യേശു കർത്താവിൻ്റെ സന്തോഷം, സമാധാനം ആൽക്കഹോളിസത്തിൽ അടിമയായവരോടോ സ്മോക്കിങ്ങിനൊക്കെ അടിമയായവരോടോ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് നല്ലതാണ്. എന്നാൽ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മൾ അവരുടെ കൂട്ടുകെട്ടിൽ, അവരുടെ വെട്ടിലായി പോകരുത്. പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന ഒരു തെറ്റാണ്, അവരോട് പറയുക പോരുക, എന്നാൽ അവരെ ഒരു ഫ്രണ്ടായിട്ട് കൂട്ടി വെച്ചുകൂടാ. കാരണം അവരിലുള്ള പാപങ്ങൾ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഉപരിയായിട്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എന്നുള്ള രീതിയിലല്ല, എല്ലാത്തിലും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ അവരുടേതായതൊന്നും നമ്മുടെ ജീവിതത്തിലോട്ട് എടുത്ത് നമ്മുടെ നല്ല ജീവിതത്തെ മാറ്റിക്കളയരുത്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, സ്മോക്കേഴ്സിനോട്, ആൽക്കഹോളിക്സ് ഉള്ളവരോട് പറയാനായിട്ട് പോകും. നമുക്കതിന് പറ്റുന്നില്ല എങ്കിൽ, ചിലർക്ക് അതിന് നല്ലൊരു കൃപയുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ധൈര്യവും ശക്തിയും ഒക്കെ ഉണ്ട്. അവരുടെ കൂടെ ഇരുന്ന് അവർ കഴിക്കുമ്പോൾ പോലും, അവരത് ഉപയോഗിക്കുമ്പോൾ പോലും നമുക്കത് വേർപെട്ടിരിക്കുവാനുള്ള ഒരു കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാം. അല്ല, അതിന് കഴിയുന്നില്ല എന്ന് വന്നാൽ നാം അപ്പോൾ തന്നെ മാറുക. കാരണം നമ്മളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആദ്യമേ. ഹല്ലേലൂയ. ഗാർഡ് യുവർ സോൾ, ഗാർഡ് യുവർ മൈൻഡ്, ഗാർഡ് യുവർ സ്പിരിറ്റ്. നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ട് ഈ ലോകം മൊത്തത്തെയും നമ്മൾ രക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ നമ്മളെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. അതിനുശേഷമാണ് വേറൊരാളെ സൂക്ഷിക്കേണ്ടത്. വേറൊരാളോട് കർത്താവിനെ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ നല്ലതാണ്. എന്നാൽ നാം തെറ്റിപ്പോകുവാനുള്ള ഇടയുള്ള ഒരു ചാൻസുകളിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സെക്കൻഡിൽ തന്നെ നാം അവിടെ നിന്ന് പോന്നിരിക്കണം. എങ്ങനെയാണ് അവരെ തിരിക്കേണ്ടത്, അവരെ വചനം കൊടുക്കേണ്ടതെന്നൊക്കെ കർത്താവിന് നല്ലപോലെ അറിയാം. അതിന് ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കർത്താവ് കണ്ടിട്ടുണ്ട്. അതിനാൽ യൗവനക്കാരോട് ഞാൻ പറയാനുള്ളത്, ബാഡ് കമ്പനീസ്, നമുക്ക് ഗുഡ് പീപ്പിളിനോട് കൂടെ അല്ലാതെ ബാഡ് കമ്പനീസിലോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രേരണ, ഇങ്ങനെ ഒരു അട്രാക്റ്റിംഗ് പവറുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കുക. വീഞ്ഞ് മദ്യവും ഇങ്ങനെ ഒഴിക്കുന്നത് പോലെ നമ്മൾ കാണരുതെന്നാണ് പറയുന്നത്. കാരണം കണ്ടാൽ നമുക്ക് ഒരു അട്രാക്ഷൻ വരും. കാണുന്നത് പോലും പാപമാണ്. ആ അട്രാക്ഷൻ മനസ്സിൽ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്നത് പോലും പാപമായതുകൊണ്ടാണ് വചനത്തിൽ അങ്ങനെ പറയുന്നത്. നീ ആ മദ്യം ഒഴിക്കുന്നത് പോലും നോക്കി നിൽക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്നാൽ അവിടെ ഇരുന്ന് വചനം പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവർ, അതിനുള്ള കൃപയുള്ളവരുണ്ട്, അവർ പൊക്കോട്ടെ. നമുക്കതിന് കഴിവില്ലാത്തവരൊന്നും ആ യൂത്തിൻ്റെ ആ അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് ഒരിക്കലും നല്ലതല്ല. അതുപോലെ വചനത്തിൽ പറയുന്നത്, ദ കമ്പനി ഓഫ് ഫൂൾസ് വിൽ സഫർ. ദുഷ്ടന്മാരുടെ കമ്പനികൾ, അല്ലെങ്കിൽ വിഡ്ഢികളുടെ കമ്പനികൾ, അവരോട് കൂടിയുള്ള സഹിത്വം നമ്മളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ദൈവമില്ല എന്ന് ആരാ പറയുന്നത്? വചനത്തിൽ പറയുന്നുണ്ട്, മൂഢൻ പറയുന്നു. അപ്പോൾ മൂഢനായവനോട് കൂടി നമ്മൾ കൂട്ടുകൂടിയാൽ നമ്മൾ സഫർ ചെയ്യും. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും അംഗീകരിക്കണം. എന്നാൽ അവരുമായിട്ടുള്ള ഒരു സഹിത്വം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, സഖി എന്ന് പറയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും നമുക്ക് എല്ലാവരും ഫ്രണ്ട്സ് കാണത്തില്ല. അതുപോലെ വചനം പറയുന്നുണ്ട്, the man who makes many friendship will be destroyed. ഒത്തിരി പേരെ കൂട്ടുകാരായിട്ട് കൂട്ടുവരുമ്പോൾ ആ ആള് നഷ്ടമായി പോകുമെന്ന് പറയുമ്പോൾ, ഒരാൾക്ക് ഒരു രീതിയിലുള്ള കുറവാണെങ്കിൽ വേറൊരാൾക്കൊരു വേറൊരു രീതിയിലുള്ള കുറവായിരിക്കും. ഈ കുറവുകളെല്ലാം നികത്തി വരുമ്പോഴത്തോട്ട് നമുക്ക് നമ്മളുടേതായ ഒരു ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ നശിച്ചു പോകുന്നതായിട്ട് മനസ്സിലാക്കും. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സിനെ നമുക്ക് എന്തിനാണ്? ആ ഫ്രണ്ട്സിനെ ആവശ്യമുണ്ട്. എന്നാൽ യൗവനക്കാര,
യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെയാണ് ഓർക്കേണ്ടത്. ഒരുപാട് കൂട്ടുകാരുടെ കൂടെ കൂടി നടന്ന് നിൻ്റെ സമയം നഷ്ടപ്പെടുത്തി ഒരുപക്ഷെ അവർക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതിനൊക്കെ ടൈം വെച്ചിട്ട് അതിലൊക്കെ ഉപരിയായിട്ട് സിറ്റ് വിത്ത് ഗോഡ് ജീസസ് ആൻഡ് ടോക്ക് വിത്ത് ലോർഡ് ജീസസ്. ഹീ ഈസ് എ ഗുഡ് ഫ്രണ്ട്. എൻ്റെ കഷ്ടത്തിലും എൻ്റെ നഷ്ടത്തിലും എൻ്റെ സുഖത്തിലും സന്തോഷത്തിലും എന്നോടൊപ്പം സന്തോഷിക്കുവാൻ, എന്നോടൊപ്പം കൂടിയിരിക്കുവാനുള്ള ഒരേ ഒരു സഖി അത് നല്ലവനായ കർത്താവാണ്. അതിനാൽ ഒരുപാട് കൂട്ടുകാരുള്ളതിനെക്കാട്ടിലും ഒരു നല്ല ഫ്രണ്ടിനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളപ്പോൾ ചിലരൊക്കെ ബ്ലഡ് സക്കേഴ്സായിട്ട് ഉള്ള അവസ്ഥയിലുണ്ട്. അതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അവരെങ്ങനെയൊക്കെ ജീവിച്ച് അവരൊക്കെ ഓരോ നാശത്തിലോട്ട് അകപ്പെടുമ്പോൾ നമ്മളതിനെ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് നമ്മളുടെ മാനസികാവസ്ഥയും നമ്മുടെ സമാധാനവും ദൈവത്തോടുള്ള ആ ടൈം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അതിനാൽ നമ്മൾ കൂട്ടുകൂടുമ്പോൾ അതൊക്കെ അറിഞ്ഞു വേണം കൂട്ടുകൂടാൻ. ദൈവത്തെ അറിയുന്ന ആൾക്കാർ തന്നെ, എല്ലാവരെയും അല്ല, എല്ലാ രീതിയിലും ഉണ്ട്. എപ്പോഴും അവരൊരു നീഡി, എപ്പോഴും അവർക്കൊരു നീഡുണ്ട്. അവരുടെ നീഡുകളൊക്കെ പറയേണ്ട ഒരു സ്ഥലം നമുക്ക് കാണിച്ചു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ ലോകത്തുള്ള എല്ലാവരുടെയും നീഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏക സത്യമായിട്ടുള്ള യേശു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയും അവിടോട്ട് ആ റിസോഴ്സിലോട്ട് നമ്മളവരെ എത്തിച്ചു കൊടുക്കുവാനുമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ അവരുടെ എല്ലാ അവരുടെ ഒരു നീഡ് ചെറുതായിരിക്കും. എന്നാൽ നമുക്കൊരു 100 ഫ്രണ്ട് ഉണ്ടെങ്കിൽ ചെറിയ നീഡുകൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ജീവിക്കും? ഹല്ലേലൂയ. അതിനാൽ നമുക്ക് ഡിസേൺമെൻറ്റ്, നമുക്ക് വിസ്ഡം വളരെ ആവശ്യമാണ്. വളരെ നല്ല സഖിയായ യേശു കർത്താവ് നമ്മുടെ കൂടുള്ളപ്പോൾ ആ സഖിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതുമാത്രമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില കാര്യങ്ങളിൽ നമ്മൾ എയ്ഡ് കൊടുക്കേണ്ടിയിടത്ത് കൈ കൊടുക്കേണ്ടിയിടത്തൊക്കെ കൊടുക്കണം. എന്നാൽ ബ്ലഡ് സക്കേഴ്സ് പോലുള്ള വചനം ധ്യാനിക്കുന്നവർ, വചനം എടുക്കുന്നവർ തന്നെയുണ്ട്. അവരെപ്പോഴും ഒരു നീഡിയായിട്ടുള്ള അവസ്ഥയിലുള്ളവരുണ്ട്. അവരെയൊക്കെ തിരിച്ചറിയുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ വചനം പറയുന്നതല്ലേ, അവർ വചനം ധ്യാനിക്കുന്നതല്ലേ, അവർ പാട്ട് പാടുന്നതല്ലേ, അവർ പ്രാർത്ഥിക്കുന്നതല്ലേ, അവർ പാസ്റ്ററല്ലേ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മളുടെ എഫേർട്ടിൻ്റെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഭിന്നമാക്കി ഡിസ്ട്രോയ് ചെയ്യുവാൻ ഇടയാകരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിക്കുമ്പോൾ ഡിസേൺമെൻറ്റ് കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ നമ്മളോട് അനുകമ്പ കാണിച്ചുകൊണ്ട് പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ നശിപ്പിക്കുവാനായിട്ട് കൂടുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ നല്ല സ്നേഹിതനായ കർത്താവ്, ആ സ്നേഹിതനായ കർത്താവിന് നമുക്ക് അബ്രഹാമിനെ അറിയാമല്ലോ. അബ്രഹാം വാസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. അതുപോലെ നാം നമ്മളുടെ ഫ്രണ്ടായിട്ട് കാണേണ്ടത്, ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് കാണേണ്ടത് കർത്താവിനെയാണ്. നമ്മുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. എന്നാൽ നല്ല ഫ്രണ്ടിനെ സെലക്ട് ചെയ്തില്ല എങ്കിൽ യൗവനക്കാരൻ നീ തെറ്റിപ്പോകും. നിനക്ക് ഒരുപാട് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നീ തെറ്റിപ്പോകും. അതുപോലെ ദൈവവചനം പറയുന്നു, കോപശീലമുള്ളവനോട് സഹിത്വം പാടില്ല. അവൻ കോപിച്ചിട്ട് നിന്നെ ഉപദ്രവിച്ച് കളയും. അതിനാൽ കോപശീലമുള്ളവനോട് സ്നേഹമാകാം. എന്നാൽ ഒരു നല്ല ഫ്രണ്ടായിട്ടൊരു കോപശീലനെ കാണുവാൻ ഇടയാക്കരുത്. കാരണം അവൻ്റെ ആ കോപം നമ്മളിലോട്ട് വ്യാപിക്കുവാനും അവസാനം വഴക്കും തല്ലും അടിയും ഒക്കെ ആകുവാനും ആയിട്ട് ഇടയാകും. നല്ല കമ്പനിയല്ല എങ്കിൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് നശിപ്പിച്ചു കളയും. എന്നാൽ നല്ലൊരു ഫ്രണ്ട്, ഒരു എൻകറേജിങ് ഫ്രണ്ട്, എല്ലാ കാലത്തും സുഖത്തിലും ദുഃഖത്തിലും നമ്മോട് കൂടി ഇരിക്കുന്നത് എപ്പോഴും നമ്മളെ സഹായിക്കും. അയൺ ഷാർപ്പൺസ് അയൺ. അതുപോലെ തന്നെ വൺ മാൻ ഷാർപ്പൺസ് അനദർ വൺ. നമ്മൾ ഇരുമ്പിനെ ഷാർപ്പ് ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യൻ മറ്റുള്ളവനെ ഷാർപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നാം ഫ്രണ്ട് ആയിരിക്കണമെങ്കിൽ നല്ല ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മളും ഒരു നല്ല ഫ്രണ്ട്, മറ്റുള്ളവർക്കൊരു നല്ല ഫ്രണ്ടായിട്ടിരിക്കുവാൻ സാധിക്കുക. ബ്ലഡ് സക്കേഴ്സ് അല്ലാതെ ഗുഡ് ടൈമിൽ കൂടെ ഇരിക്കുന്ന പോലെ തന്നെ ബാഡ് ടൈമിലും കൂടെ ഇരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.